നിങ്ങളുടെ ബോഡിയിൽ ഇഞ്ചുറി വന്നാൽ ആദ്യം ഐസിങ് ചെയ്യണോ അതോ ഹീറ്റിംഗ് ചെയ്യണോ എന്ന് നിങ്ങൾക്കും ഡൗട്ട് ഉണ്ടോ? ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഏതെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നതിനിടയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഞ്ചുറി വന്നാൽ ആദ്യം ഐസിങ് ചെയ്യണോ അതോ ഹീറ്റിംഗ് ചെയ്യണോ എന്നതിനെക്കുറിച്ച്. ഒരു ഡിഫൻസ് ജോബ് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഫിസിക്കൽ ഈവന്റ് പാസ്സായിരിക്കണം. ഒരു ഡിഫൻസ് ജോബിന് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ ഈവന്റ്സ് ആണ് റണ്ണിങ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ് എന്നിവ. ഈ ഈവന്റിനെല്ലാം തയ്യാറെടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി മിക്ക കാൻഡിഡേറ്റ്സിനും ലോവർ ബോഡിയിലും അപ്പർ ബോഡിയിലും ഇഞ്ചുറി വരാറുണ്ട്. ഈ ഇഞ്ചുറി വരുന്ന സമയത്ത് ആദ്യം ഐസിങ് ചെയ്യണോ അതോ ഹീറ്റിംഗ് ചെയ്യണോ എന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും ഫിറ്റ്നസ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ കൂടി പരമാവധി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിരിക്കണം. നിങ്ങളുടെ ജിം ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൽ കൂടി ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നതിനിടയിൽ, അതായത് റണ്ണിങ്, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, അതുപോലുള്ള ഏതെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നതിനിടയിൽ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഇഞ്ചുറി വന്നാൽ ആ ഇഞ്ചുറി വന്ന ഭാഗത്ത് ഇൻഫ്ലമേഷൻ വരുന്നതായിരിക്കും. ഇൻഫ്ലമേഷൻ എന്ന് വന്നാൽ ആ ഇഞ്ചുറി വന്ന ഒരു ഭാഗം ചെറുതായിട്ട് ചുവന്ന് വീർക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു സമയത്ത് ആ ഇഞ്ചുറി വന്ന ഭാഗം നല്ല പെയിൻഫുള്ളുമായിരിക്കും. ഈ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ഹീലിംഗിന്റെ ഒരു പാർട്ടാണ്. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഇഞ്ചുറി വന്ന ഒരു പോർഷനെ റിക്കവറി ചെയ്ത് പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹീലിംഗ് എന്ന് പറയുന്നത്. ആദ്യം വന്ന ഈ പെയിൻ കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഐസിംഗ് ആണ് ഫോളോ ചെയ്യേണ്ടുന്നത്. ഏതെങ്കിലും ഇഞ്ചുറി വന്നാൽ ഇനിഷ്യലി നിങ്ങൾക്ക് ആദ്യത്തെ 24 to 48 hours ഐസിംഗ് ഫോളോ ചെയ്യാവുന്നതാണ്. ഐസിംഗ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, നിങ്ങൾക്ക് വന്ന ഇഞ്ചുറി അക്യൂട്ട് ഇഞ്ചുറി ആണോ അതോ ക്രോണിക് ഇഞ്ചുറി ആണോ എന്ന്. ഇതോടൊപ്പം തന്നെ ഐസിംഗ് ഫോളോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഹീറ്റിംഗ് ഫോളോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഫുൾ കാണുക, നിങ്ങളും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് എന്താണ് ഈ അക്യൂട്ട് ഇഞ്ചുറി. ഇനി അങ്ങോട്ട് ഓരോ കാര്യങ്ങളും പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളും ഒരു ഡിഫൻസ് ജോബ് ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ്സ് ആണോ? നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആന്റി ഡിഫൻസ് അക്കാഡമിയിൽ ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ്, പാരാമിലിറ്ററി, CPO, NDA, CDS, അഫ്ഗാൻ എന്നീ എല്ലാ ഫോഴ്സിലേക്കും വേണ്ടിയുള്ള ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും ആരംഭിച്ചിരിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. എല്ലാ ട്രേഡിന്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. റിട്ടേൺ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അത്ലറ്റിക് രീതിയിലുള്ള ട്രെയിനിങ് ലഭിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള വെയിറ്റ് ട്രെയിനിങ് സെഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ബോഡിക്ക് അനുയോജ്യമായിട്ടുള്ള ഡയറ്റ് പ്ലാൻ ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ ജോയിൻ ചെയ്യുക. 2025 നിങ്ങൾക്കും ഇന്ത്യൻ ആർമിയിലും പാരാമിലിറ്ററിയിലും ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അക്യൂട്ട് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ റണ്ണിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡി ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ ചെന്ന് തട്ടിയാണെങ്കിലും, നിങ്ങൾ റൺ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ തട്ടി നിങ്ങൾ വീഴുകയാണെങ്കിലും, നിങ്ങളുടെ മസിൽ ചെറുതായിട്ട് പുള്ളാവുകയാണെങ്കിലും, ഇതെല്ലാം അക്യൂട്ട് ഇഞ്ചുറിയിലാണ് പെടുന്നത്. ഇതേപോലുള്ള അക്യൂട്ട് ഇഞ്ചുറിയിൽ വന്നാൽ ആ ഇഞ്ചുറി വന്ന ഭാഗത്ത് ഇൻഫ്ലമേഷൻ വരുന്നതായിരിക്കും. ഇൻഫ്ലമേഷൻ വന്നാൽ ഇഞ്ചുറി വന്ന ഭാഗത്ത് ബ്ലഡ് ഫ്ലോ കൂടുന്നതായിരിക്കും. ഇവിടെ ബ്ലഡ് ഫ്ലോ കുറയ്ക്കുന്നതിനും പെയിൻ കുറയ്ക്കുന്നതിനും വേണ്ടി നമ്മൾ ഇനിഷ്യലി ഐസിംഗ് ആണ് ഫോളോ ചെയ്യുന്നത്. പല സ്റ്റഡീസിലും പറയുന്നുണ്ട് ഇൻഫ്ലമേഷൻ നല്ലതാണ്, അത് കൂടുതലല്ല എങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് അക്യൂട്ട് ഇഞ്ചുറി. ഇതുപോലുള്ള അക്യൂട്ട് ഇഞ്ചുറി വന്നാൽ ആദ്യം ഐസിംഗ് ആണ് ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞാൻ പറയാം എങ്ങനെയാണ് ഐസിംഗ് ഫോളോ ചെയ്യേണ്ടതെന്ന്. ഐസിംഗിന് വേണ്ടി നിങ്ങൾക്ക് ഐസ് ബാഗ് യൂസ് ചെയ്യാം. ഐസ് ബാത്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈവൻ നിങ്ങളുടെ കയ്യിൽ ഐസ് ബാഗും ഐസ് ബാത്ത് എടുക്കാനുള്ള ഫെസിലിറ്റീസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്നും ഐസ് ക്യൂബ് എടുത്തിട്ട് ഒരു കോട്ടൺ തുണിയിൽ ചുറ്റിയതിനു ശേഷം ഇഞ്ചുറി വന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഐസിംഗ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഒരു ദിവസം എത്ര തവണ ഇത് ഫോളോ ചെയ്യാമെന്നതിനെ കുറിച്ചിട്ട്. ഒരു ദിവസം നിങ്ങൾക്ക് മിനിമം 3 തവണ, മാക്സിമം 4 തവണ ഐസിംഗ് ഫോളോ ചെയ്യാവുന്നതാണ്. എത്ര സമയം ഫോളോ ചെയ്യണം എന്നുകൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഓരോ തവണയും നിങ്ങൾക്ക് മിനിമം 5 മിനിറ്റ്സ്, മാക്സിമം 10 മിനിറ്റ്സ് ഐസിംഗ് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ക്രോണിക് ഇഞ്ചുറി എന്താണെന്ന് നോക്കാം. മാസങ്ങളായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബാക്ക് പെയിനും നെക്ക് പെയിനും ഉണ്ടെങ്കിൽ അത് ക്രോണിക് ഇഞ്ചുറിയിലാണ് വരുന്നത്. അതുപോലെ മാസങ്ങളായിട്ട് നീ പെയിൻ ഉണ്ടെങ്കിൽ അതും ക്രോണിക് ഇഞ്ചുറിയിലാണ് വരുന്നത്. പിന്നെ നിങ്ങളുടെ മസിൽ ഓവർ ട്രെയിൻ ആയിട്ട് ഓവർ യൂസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇഞ്ചുറിയും ക്രോണിക് ഇഞ്ചുറിയിലാണ് ഉൾപ്പെടുന്നത്. ഓവർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മസിൽസിനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് ചെയ്യുമ്പോഴാണ് അത് ഓവർ ട്രെയിൻ ആവുന്നത്. ഇതേ രീതിയിലുള്ള ഇഞ്ചുറി വരുമ്പോൾ ആ ഇഞ്ചുറി വന്ന ഭാഗത്ത് സോർനെസ്സും അതുപോലെ തന്നെ സ്റ്റിഫ്നെസ്സും വരുന്നതായിരിക്കും. ഈ സോർനെസ്സും സ്റ്റിഫ്നെസ്സും വരുമ്പോൾ ഇവിടെ നിങ്ങൾ ഐസിംഗ് ഒരിക്കലും ഫോളോ ചെയ്യരുത്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഹീറ്റിംഗ് ആണ്. ഇതേ രീതിയിലുള്ള സോർനെസ് വരുമ്പോൾ ബ്ലഡ് സപ്ലൈ കുറയുകയും മസിൽ പെയിൻ വരികയും ചെയ്യും. ഈ മസിൽ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹീറ്റിംഗ് ആണ് ഫോളോ ചെയ്യേണ്ടത്.
ഹീറ്റ് തെറാപ്പി ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ആവശ്യത്തിന് ന്യൂട്രീഷനും അതുപോലെ ഓക്സിജനും ചെല്ലുകയും ചെയ്യും. ഇത് മുഖേന ഹീലിംഗ് പ്രോസസ്സ് വളരെ ഈസി ആകുന്നതുമാണ്. പിന്നെ ഇതേ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നിങ്ങൾക്ക് വന്ന ആ ഒരു സ്റ്റിഫ്നെസ്സും സോർനെസ്സും കുറയുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള ഇഞ്ചുറി വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഐസിങ്ങിന് പകരം ഹീറ്റിംഗ് ആണ് ഫോളോ ചെയ്യേണ്ടുന്നത്. ഹീറ്റിംഗ് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാവുന്നതാണ്. ഒന്നാണ് ഡ്രൈ ഹീറ്റ് ആൻഡ് സെക്കൻഡ് ആണ് മോയ്സ്ചർ ഹീറ്റ്. ഡ്രൈ ഹീറ്റിന് വേണ്ടി നിങ്ങൾക്ക് ഇലക്ട്രിക് ഹീറ്റ്, ജെൽ പാക്ക് അതുപോലെ തന്നെ ഹീറ്റിംഗ് പാഡും യൂസ് ചെയ്യാവുന്നതാണ്. മോയ്സ്ചർ ഹീറ്റിന് വേണ്ടി നിങ്ങൾ ചൂടുവെള്ളത്തിൽ, അതായത് നിങ്ങളുടെ ബോഡിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ചൂടുവെള്ളത്തിൽ കോട്ടൺ തുണി എടുത്തതിന് ശേഷം ആ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് എവിടെയാണോ ഇഞ്ചറി വന്ന ആ ഒരു ഭാഗത്ത് വെക്കുക. അതേ രീതിയിൽ നിങ്ങൾക്ക് മോയ്സ്ചർ ഹീറ്റും ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാം എത്ര തവണ ഫോളോ ചെയ്യാവുന്നത്. നിങ്ങൾക്ക് ഒരു ദിവസം വേണമെന്നുണ്ടെങ്കിൽ മിനിമം 2 തവണ ഫോളോ ചെയ്യാവുന്നതാണ്. ഓരോ തവണയും നിങ്ങൾക്ക് മിനിമം 10 മിനിറ്റ്സ് മാക്സിമം 15 മിനിറ്റ്സ് വരെ നിങ്ങൾക്ക് ഈ പറയുന്ന ഹീറ്റിംഗ് ഫോളോ ചെയ്യാവുന്നതാണ്. ഫൈനൽ കൺക്ലൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന ഇഞ്ചറി ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിലെ 24 to 48 അവേഴ്സ് നിങ്ങൾ ഐസിങ് ഫോളോ ചെയ്യുക. അതിനുശേഷം ലോങ് ടൈമിലേക്കും നിങ്ങൾ പിന്നെ ഹീറ്റിംഗ് പാഡ് യൂസ് ചെയ്യുക. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന്. നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഫിസിക്കൽ റിലേറ്റഡ് വീഡിയോസും ഫിറ്റ്നസ് റിലേറ്റഡ് വീഡിയോസും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന. വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും എല്ലാ ഫിറ്റ്നസ് ഗ്രൂപ്പിലേക്കും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.